നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഹേമലത. ഞാൻ SUT ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. കേരളത്തിൽ ഇപ്പോൾ വളരെയധികം മഞ്ഞപ്പിത്ത രോഗബാധിതരുടെ എണ്ണം കൂടിയിരിക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു മഞ്ഞപ്പിത്ത രോഗത്തെക്കുറിച്ച് കുറച്ച് അറിവ് പകരാനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. നിങ്ങൾക്കറിയാം, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് കരൾ വീക്കം എന്നതിൻ്റെ വേറൊരു പേരാണ്. കരൾ വീക്കം പലതരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് വരുമെങ്കിലും വളരെ സാധാരണമായിട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന വൈറസ് ബാധ മൂലമുണ്ടാകുന്ന കരൾ വീക്കമാണ് കോമൺ. അതാണ് ഇപ്പോൾ കേരളത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് എയും വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഇയും ആണ് ജലത്തിൽ നിന്നും, അതായത് ഫുഡ് ബോൺ എന്ന് പറയും, ഫീക്കൽ ഓറൽ റൂട്ട് എന്നും നമ്മൾ പറയും. അതായത് മലിനജലത്തിൽ കൂടി പകരുന്നത് രണ്ട് തരം വൈറസുകളാണ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ, വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഇ. എയുടെ കേസുകളാണ് ഇപ്പോൾ വളരെയധികം കണ്ടുവരുന്നത്. മറ്റു വൈറസുകൾ ബി, സി, ഡി വൈറസുകൾ രക്തത്തിൽ കൂടിയാണ് പകരുന്നത്. അപ്പോൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ഉള്ള മലിനജലത്തിൻ്റെ അല്ലെങ്കിൽ ഭക്ഷണ സ്രോതസ്സിൻ്റെ ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം ഒരു 15 മുതൽ 45 ദിവസം വരെ ഇൻക്യുബേഷൻ പീരീഡ് എന്നറിയപ്പെടും. അതായത് വൈറസ് ശരീരത്തിൽ ബാധിച്ചാലും 15 മുതൽ 45 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ അയാൾക്ക് എന്തുണ്ടാവുകയുള്ളൂ, ലക്ഷണങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിനെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയും. ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ഏത് ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ വൈറസ് ബാധ മൂലമുണ്ടാകുന്ന ലക്ഷണങ്ങളോട് തുല്യമാണ്. പ്രത്യേകിച്ചും പനിയുണ്ടാകും, വളരെയധികം ക്ഷീണമുണ്ടാകും, വിശപ്പില്ലായ്മയുണ്ടാകും, ടയേർഡ്നെസ് ഉണ്ടാകും, പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ. അതേപോലെ ഇതിനെ നമ്മൾ പ്രീ മോണിറ്ററി സിംറ്റംസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസ് പറയാറുണ്ട്. അതിനുശേഷം പതുക്കെ വയറിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ചിലർക്ക് വയറിളക്കം ഉണ്ടാകാം, ചിലർക്ക് വോമിറ്റിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ശേഷമാണ് മിക്കവാർക്കും ഈ മഞ്ഞപ്പിത്തം, അതായത് രക്തത്തിൽ ബിലിറൂബിൻ്റെ അളവ് കൂടുന്ന അവസ്ഥ വരുന്നത്. അപ്പോൾ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് സാധാരണ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ മൂലമുണ്ടാകുന്നതാണെങ്കിൽ സെൽഫ് ലിമിറ്റിംഗ് ആണ്. സെൽഫ് ലിമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ തനിയെ, അതായത് നമ്മൾ സാധാരണ ഈ ലക്ഷണങ്ങൾക്ക് മാത്രം ചികിത്സിച്ച് കഴിഞ്ഞാൽ തനിയെ മാറുന്നതാണ്. പക്ഷേ ചിലരിൽ ഇത് വളരെ അധികമായിട്ട് കരളിന് നാശമുണ്ടാക്കിക്കൊണ്ട് ഫൾമിനൻ്റ് ഹെപ്പറ്റിക് ഫെയിലിയർ അല്ലെങ്കിൽ ഫൾമിനൻ്റ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അതാണ് മരണസാധ്യത ഉണ്ടാകുന്നത്. ഹെപ്പാറ്റിക് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരളിൻ്റെ പ്രവർത്തനം മിക്കവാറും നശിച്ചതിന് ശേഷം ബാക്കിയുള്ള അവയവ വ്യവസ്ഥയ്ക്കും ഉണ്ടാകുന്ന കേടുകൾ കൊണ്ടാണ് ഹെപ്പാറ്റിക് ഫെയിലിയർ ഉണ്ടാകുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ മഞ്ഞപ്പിത്തം വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ മൂലമുണ്ടാകുന്നത് സെൽഫ് ലിമിറ്റിംഗ് ആണ്. അപ്പോൾ ഒരാൾക്ക് വൈറസ് മഞ്ഞപ്പിത്ത ബാധ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അയാളുടെ രക്തത്തിൽ ഹെപ്പറ്റൈറ്റിസ് എ വൈറസിൻ്റെ ആൻറ്റിബോഡി കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ രോഗനിർണയം നടത്തുന്നത്. അതിനോടൊപ്പം തന്നെ കരളിൻ്റെ ടെസ്റ്റുകൾ ചെയ്യും. എത്രത്തോളം കരളിനെ ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. വേറെ എന്തെങ്കിലും, അതായത് രക്തത്തിലെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സോ മറ്റ് കാര്യങ്ങളോ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാം, പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിട്ടുണ്ടോ എന്നറിയാം. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കും. അപ്പോൾ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സപ്പോർട്ടീവാണ്. അതായത് കരളിൻ്റെ അസുഖങ്ങൾക്ക് മിക്കവാറും ടാർഗറ്റഡ് ആയിട്ടുള്ള, അതായത് ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ആ അസുഖത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റിവൈറൽ മരുന്നുകളൊന്നും നമ്മൾ സാധാരണ കൊടുക്കാറില്ല. ലക്ഷണങ്ങൾ സാധാരണ പനിക്ക് നമ്മൾ പാരസെറ്റമോൾ പോലത്തെ പനിയെ ചെറുക്കുന്ന തരത്തിലുള്ള മരുന്നുകളും IV ഫ്ലൂയിഡ്സും പിന്നെ വോമിറ്റിങ്ങോ മറ്റ് ലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മരുന്നുകളും കൊടുക്കാവുന്നതാണ്. ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള അസുഖമായതുകൊണ്ട് തന്നെ വലിയ മാരകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് പോകാറില്ല. പക്ഷേ ചില ശതമാനം ആൾക്കാരിൽ മാത്രം ഇത് എന്തുണ്ടാക്കാം, ഹെപ്പറ്റൈറ്റിസ്, ഫൾമിനൻ്റ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കാം, മരണത്തിന് സാധ്യത ഉണ്ടായേക്കാം. ഇതിന് പ്രിവെൻഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം. പ്രിവെൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ജലത്തിൽ കൂടിയാണ് പകരുന്നത്. മലിനജലം, അതുപോലെ തന്നെ അശുദ്ധമായ ഭക്ഷണം ഇതിൽ കൂടി പകരുന്നത് കൊണ്ട് നമ്മൾ തന്നെയാണ് ഇതിന് മുൻകരുതൽ എടുക്കേണ്ടത്. കാരണം അസുഖം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിലും നല്ലത് പ്രിവെൻഷനാണ്. എങ്ങനെയാണിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക? ജലസ്രോതസ്സുകളെ എല്ലാം നിങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെ കുടിവെള്ളം എങ്ങനെയുള്ളതാണ് എന്ന്, ജ്യൂസും മറ്റു കാര്യങ്ങളുമൊക്കെ കുടിക്കുമ്പോൾ അവിടുത്തെ വെള്ളത്തിൻ്റെ സ്രോതസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കഴിവതും തിളപ്പിച്ച ആറിച്ച വെള്ളം മാത്രം ഉപയോഗിക്കുക. പിന്നെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് ഒഴിവാക്കുക. അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക. മലശോധനയ്ക്ക് ശേഷം കൈകൾ നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം മാത്രം
ഭക്ഷണം പാകം ചെയ്യുകയും മറ്റ് കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വൈറസ് ബാധ ഒരു പരിധിവരെ മാറ്റാൻ പറ്റും.